സംസ്ഥാനത്ത് കൊട്ടിയാഘോഷിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി കെട്ടടങ്ങുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. MDMA കേസിൽ പ്രതികളെ ചോദ്യം ചെയ്യാത്തത് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ളതിനാലാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് മാധ്യമ അടിയന്തരാവസ്ഥയാണെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് വാർത്തകൾ നീക്കം ചെയ്തത് എന്ന് മെറ്റ വ്യക്തമാക്കിയെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് ഗവർണർ രാജ് നടപ്പാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം വിമർശിച്ചു. മയക്കുമരുന്ന് കേസിൽ പ്രതികളായ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രതികളുടെ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഉന്നതർ കുടുങ്ങും. അത് പരിശോധിക്കാതിരിക്കാൻ പോലീസിന്മേൽ സമ്മർദ്ദമുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു. കൊട്ടിഘോഷിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു പാടുന്ന രീതിയിൽ തൂഫാൻ, പൊടിയുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പെരുമ്പാവൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈനും സംഘവും പിടിയിലായതോടെ തൂഫാൻ പദ്ധതി നിലക്കുകയാണ് ചെയ്യുന്നത്. രാജ്യാന്തര ബന്ധമുള്ള ഇത്തരം ഒരു MDMA പോലുള്ള രാസവസ്തു വിൽപ്പനയിൽ പ്രതിയാക്കപ്പെട്ട ആളുകളെ കസ്റ്റഡി അപേക്ഷ കൊടുത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് കാണേണ്ടത്. റിമാൻഡിലുള്ള ആളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനും പോലീസ് തയ്യാറാവുന്നില്ല എന്നത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അടുപ്പത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ വേറെ എന്താണ് അതിന് പറയാനുള്ള മറുപടി? സംസ്ഥാനത്ത് മാധ്യമ അടിയന്തരാവസ്ഥയാണ്. സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് വാർത്തകൾ നീക്കം ചെയ്തതെന്ന് മെറ്റ വ്യക്തമാക്കി. വിമർശനങ്ങളെ വളഞ്ഞ വഴികളിലൂടെ ഇല്ലാതാക്കാൻ മോദിയും സതീശനും ശ്രമിക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. അടിയന്തരാവസ്ഥയെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള മാധ്യമ സെൻസറിംഗ് ആണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. തെളിവുകൾ പുറത്തു വന്നപ്പോൾ പോലീസിൻ്റെ പേരിൽ പച്ച കള്ളം പ്രചരിപ്പിച്ച് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും വിമർശിക്കുന്ന ഏതു കാര്യവും പോസ്റ്റുകൾ അപ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാര്യം. എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഭയന്ന് വളഞ്ഞ വഴിയിലൂടെ അവ ഇല്ലാതാക്കാനാണ് മോദിയും സതീശനും ശ്രമിക്കുന്നത്. മലപ്പുറത്തെ തിരൂരിലുള്ള ബാലസംഘം കുട്ടികളുടെ പ്രൊഫൈലും വീഡിയോയും പോലും നീക്കം ചെയ്യുന്നതാണ്. മലപ്പുറത്തെ കുട്ടി സഖാക്കൾ മുഹമ്മദ് സിയാദിൻ്റെ അവരുടെ കൂട്ടുകാരുടെയും അക്കൗണ്ട് പോലും ഇങ്ങനെ നീക്കം ചെയ്തു. സംസ്ഥാനത്തെ പോലീസ് ഭരണം RSSന്റെ കാൽക്കീഴിൽ അടിയറവ് വെക്കുകയാണ്. ഗവർണർ രാജ് നടപ്പാക്കാനാണ് ശ്രമമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. ഇവിടെ ഗവർണർ രാജ് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ തലവനായ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തുക എന്നത് ജനാധിപത്യത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ്. പോലീസ് മേധാവിയെ ഗവർണർ നിയന്ത്രിക്കുന്നത് പോലീസ് ഭരണം RSSന്റെ കാൽക്കീഴിൽ അടിയറ വെക്കുന്നതിന് സമമായിട്ടുള്ളതാണ്. ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങളെ ഗവർണർ വെല്ലുവിളിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറാവുന്നില്ല, ഭയപ്പെടുകയാണ്. സംസ്ഥാനത്ത് വിലക്കയറ്റം വ്യാപകമാവുകയാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുമുള്ള വിപണി ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.